ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിൻ്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തു നിന്ന്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർക്കണമല്ലോ. ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ മുഖത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പാർലമെന്റ് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെ ഉണ്ടോ? ഇല്ല. വോട്ട് വന്നപ്പോൾ അവർ മുസ്ലിങ്ങൾ ഒന്നിച്ചിരുന്ന് മുസ്ലിം ലീഗിന്റെ കൂടെ അല്ലേ വന്നത്. പാർട്ടിക്ക് കിട്ടിയ വോട്ട് മലബാർ പ്രദേശത്ത് പോലും പാർട്ടിക്ക് പോകാൻ കാരണം എന്താണ്? ഈ പ്രീണനം ഒരു ഭാഗത്ത് വിടുമ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടും കൊണ്ടും സഹിച്ച് നിൽക്കുന്നൊരു വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിന്റെ ചോരയും നീരും കൊണ്ടാണ് പാർട്ടി വളർന്നു ഉയർന്നത്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടിയേറ്റു. തോൽവി പഠിക്കുമെന്നും തിരുത്തൽ വരുത്തുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പക്ഷേ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ് പിണറായി വിജയന്റെ കണ്ടെത്തൽ. വർഗീയ കൂട്ടായ്മയുടെ വിജയമാണ് ലീഗിന് ലഭിച്ചതെന്ന വിലയിരുത്തൽ വെള്ളാപ്പള്ളിയെ ശരിവെക്കലാണ്. നഷ്ടപ്പെട്ട ഈഴവ വോട്ട് തിരിച്ചുപിടിക്കാൻ വെള്ളാപ്പള്ളി തെളിച്ച വഴിയിലോ പിണറായിയുടെ യാത്ര? മുസ്ലിം പ്രീണനം എന്ന ആരോപണം മയപ്പെടുത്താൻ പിണറായി കണ്ട വഴിയോ ലീഗിനെ പഴിക്കൽ? മുഖം നഷ്ടപ്പെട്ടത് ആർക്ക്? ചർച്ചയിൽ ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് VR അനൂപ്, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യുവിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ ഇടത് നിരീക്ഷകനിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ET മുഹമ്മദ് ബഷീർ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 3,118,000 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അപ്പുറത്ത് സമദാനി പൊന്നാനിയിൽ നേടിയ വിജയവും ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ്. അപ്പോൾ ഈ 2 നേതാക്കളും നേടിയിരിക്കുന്ന വിജയം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായത്തോടെയാണെന്നാണോ CPM കാണുന്നത്? സ്മൃതി, അതിൽ ഈ ഒരു പ്രശ്നം താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉള്ളത്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ NGO-യുടെ സമ്മേളനത്തിലാണല്ലോ ഇപ്പോൾ ഇവിടെ വിഷ്വൽ കാണിച്ച പ്രസംഗം ഉണ്ടായത്. പക്ഷെ അതിന് മുൻപ് വേറൊരു സംഗതിയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഈ മാസം 15-ാം തീയതി ചന്ദ്രിക മുഖപത്രത്തിൽ, ലീഗിന്റെ മുഖപത്രത്തിൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം CPM-നെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? അതിന് മറുപടി പറയുന്ന രാഷ്ട്രീയ മറുപടിയാണ് പിണറായി വിജയൻ ഇന്നലെ നടത്തിയത് NGO-യുടെ സമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ, ചന്ദ്രികയിലെ അഭിമുഖത്തിൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്, ഇവിടെ BJP ജയിക്കാൻ കാരണമായത് CPIM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അടിവരയിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. BJP തൃശ്ശൂർ ജയിച്ചത് CPIM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാട് കൊണ്ടാണെന്ന് പറയുന്നത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണ്ടേ? മറുപടി പറയാതെ പോയാൽ, അതും കോഴിക്കോട് NGO-യുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുപടി പറയാതെ പോയാൽ, അദ്ദേഹം CPM-ന്റെ രാഷ്ട്രീയ നേതാവായിരിക്കെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ എന്ത് CPIM നേതാവാണ് പിണറായി വിജയൻ? അതാണ് അദ്ദേഹം ചെയ്തത്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഇവിടെ കാണിച്ചല്ലോ ഒരു വിഷ്വല്. അത് റിപ്പോർട്ടറിന് തന്നെ തന്ന അഭിമുഖമാണ്, നൽകിയ അഭിമുഖമാണ്. ശ്രീജിത്താണ് അത് ചെയ്തത്. ശ്രീജിത്തിന് ചെയ്ത അഭിമുഖത്തെ വെള്ളാപ്പള്ളി എന്താണ് പറയുന്നത്? ആലപ്പുഴയിൽ കണിച്ചുകുളങ്ങര അദ്ദേഹത്തിന് വസതിയിലിരുന്ന് പറയുന്നത്, വസതിയിൽ നിന്ന് പറയുന്നത് CPIM നടത്തുന്ന മുസ്ലിം പ്രകടനമാണ്. അതിൽ മനം മടുത്താണ് ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് ചെല്ലുന്നത് എന്ന് അതിന് തൊട്ട് മുൻപുള്ളൊരു ദിവസം യോഗനാഥത്തിൽ SNDP-യുടെ മുഖപത്രമാണല്ലോ ആ മാസിക, അതിൽ ലേഖനവും എഴുതി. ലേഖനമല്ല, എഡിറ്റോറിയൽ എഴുതി വെള്ളാപ്പള്ളി. അപ്പൊ ഇങ്ങനെ
പിന്നെ രണ്ട് സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രണ്ട് തരത്തിൽ CPIM-നെ ക്രൂശിക്കുകയാണ്, വിമർശിക്കുകയാണ് ചെയ്യുന്നത്. മറ്റവർ മാത്രം പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ അവർക്ക് കൂടെ വേണ്ടി വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. ക്രൈസ്തവരോടുള്ള മുസ്ലിങ്ങളുടെ അഹങ്കാരം നടന്ന സമീപനമാണ് അവരെ CPM-നെതിരാക്കുന്നത്. മുസ്ലിങ്ങളോട് CPM-ന് വഴിവിട്ട പ്രകടനമുണ്ടല്ലോ, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കൂടി എതിരാവുന്നത്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ലീഗിന്റെ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പറയുക തന്നെ വേണം. നിങ്ങൾ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ മുഖം വികൃതമാകില്ലേ? ആണ് എന്ന് പുള്ളി സ്റ്റേറ്റ്മെന്റായിട്ട് പറയുകയല്ലോ ചെയ്തത്. ആകില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇതാണ് ആ പാർട്ടി നേതൃത്വത്തിനോട് പറഞ്ഞത്. അതിലെന്താണ് അപാകത? അതല്ലേ പറയേണ്ടത്? അടിസ്ഥാനരഹിതമായ ആരോപണം. പിന്നെ ഇപ്പോൾ PM സലാം എന്ന് പറയുന്ന കേട്ടല്ലോ, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? പിണറായി വിജയനെതിരെ ഭയങ്കരമായ ഈ വിമർശനങ്ങൾ അവിടെ അങ്ങ് ഉണ്ടായി. അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുത്തതുപോലെയാണല്ലോ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭൂമിയിൽ ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിമുഖം അച്ചടിച്ചു വന്നിട്ടുണ്ട് പത്രത്തിൽ. അതിലാണ് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ PM സലാമിനെ പോലുള്ളതൊന്നും വായിച്ചു നോക്കില്ലേ? അപ്പോൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി എന്തും പറയാം എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാറുമ്പോൾ സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPIM-ന്റെ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുമെന്നേ മറുപടി. അത് പറഞ്ഞില്ലെങ്കിലാണ് വിമർശിക്കേണ്ടത് അദ്ദേഹത്തിനെ. നിങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കേണ്ടത് ആ സാഹചര്യത്തിലാണ്. അതാണ് ഞാൻ കാണുന്ന അക്കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയും മുഖ്യമന്ത്രി പറഞ്ഞതിൽ ശരിയും ആയി കാണുന്നത്. ശരി, ശ്രീ ഷിബു മീരാൻ മറുപടി നൽകാം. സാദിഖ് അലി തങ്ങൾക്കുള്ള മറുപടിയാണ് NGO യൂണിയന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി നൽകിയത്. അല്ല, തീർച്ചയായും സ്മൃതി, അദ്ദേഹത്തിന് അതിന് സ്വാതന്ത്ര്യമുണ്ട്. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായും സാദിഖ് അലി തങ്ങളുടെ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞതടക്കം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ മുഖസൗന്ദര്യമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഈ മുഖസൗന്ദര്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു സംഗതിയല്ല, കാണുന്ന ആളിന്റെ കണ്ണിലാണ്. മുസ്ലിം ലീഗിന്റെ മുഖത്തിന് വല്ലാത്ത മൊഞ്ച് CPM-നും ഇടതുപക്ഷത്തിനും ഒക്കെ തോന്നിയ ഒരു സമീപ ഭൂതകാലം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വളരെ പഴയ ഒരു കഥയല്ല പറയുന്നത്. ലീഗ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ മാർഗത്തിൽ പൊരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്നും ഒരു മുഖമാണ്, ഇപ്പോഴും ഒരു മുഖമാണ്. ഞങ്ങളുടെ മുഖത്തിന്റെ മൊഞ്ച് കൂടിയിട്ടുമില്ല, ഞങ്ങളുടെ മുഖം വെറുതായിട്ടില്ല. സാദിഖ് അലി തങ്ങൾ പറഞ്ഞതും PM സലാം പറഞ്ഞതുമൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായി ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുതയുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M.V. ഗോവിന്ദൻ പബ്ലിക് ഡൊമൈനിൽ നടത്തിയ പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പറഞ്ഞു തോറ്റു എന്നതാണ്. അതിന് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ, ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഭരണത്തിനെതിരെ, കേരളത്തിലെ ഇടത് സർക്കാരിനെതിരായ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ്. ഇനി അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന രാഷ്ട്രീയ പരിശോധനയിലേക്ക് നമ്മൾ പോയാൽ, നമ്മൾ കഴിഞ്ഞ ഒരു 5-8 വർഷമായി CPM എന്ന പാർട്ടി സംഘടനയെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സ്മൃതി. അവരുണ്ടാക്കിയ വിജയങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റ് പോയത് പിണറായി വിജയനിലേക്കായിരുന്നു. ഇന്നീ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ തിരുവാതിരപ്പാട്ട് പാടി നൃത്തം ചെയ്യുമ്പോൾ ബാഹുബലി സിനിമയിലെ പൾവാൾ ദേവനെ പോലെ സിംഹാസനത്തിലിരുന്ന് തലയാട്ടിച്ചിരിക്കുന്ന, ആത്മരതിയിൽ ആറാടുന്ന, ക്യാപ്റ്റൻ എന്ന് സ്വയം നടിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. ആ പിണറായി വിജയനാണ് കേരളത്തിൽ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വേണ്ടി അവരുടെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് പിണറായി വിജയൻ ആൻസറബിൾ ആണ്. ഇതിനു മുൻപ് നേരത്തെ കൂർലോസ് തിരുമേനി നടത്തിയൊരു വിമർശനമുണ്ട്. എന്താണ്? ശരി, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. ഷിബു മീരാൻ, നിങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിനുള്ള മറുപടി നിങ്ങൾക്ക് വ്യക്തമായി നൽകാം. നിങ്ങൾ ഈ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് ലീഗിൻ്റെതായ ഒരു സ്വഭാവവും മുഖവും ഉണ്ടായിരുന്നു. ആ മുഖം നഷ്ടപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ SDP-യുടെ ഛായ വരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഛായ വരുന്നു. അതിനെന്താണ് മറുപടി?
ഞാൻ പറഞ്ഞല്ലോ സ്മൃതി, ഞാൻ ആദ്യം ഞങ്ങളുടെ മുഖം അന്ന് ഇന്നും ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ ഒരു നിലക്കും ഈ സംഘടനകൾ എടുക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയോ അവർ സംസാരിക്കുന്ന ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കാറുമില്ല. ഞങ്ങളുടെ ഭാഷ വളരെ കൃത്യമാണ്. ഇത് ഞങ്ങൾക്കുണ്ടായ കുഴപ്പമല്ല, അതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ കണ്ണിനുണ്ടായ തകരാറാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി, പതിവില്ലാതെ പാർട്ടി കമ്മിറ്റിക്കകത്ത് വിമർശനം ഉണ്ടാകുന്നു. അപ്പൊ ശ്രദ്ധ തിരിച്ചുവിടാൻ അദ്ദേഹം ലീവിനെ കരുവാക്കാണ്. നേരത്തെ പറ്റി ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞപ്പോഴും ഞങ്ങൾ തുള്ളിച്ചാടിയിട്ടില്ല. ഈ വിമർശനത്തെയും ഞങ്ങൾ ആ നിലയ്ക്ക് കാണുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾക്ക്, ഞങ്ങളുടെ വോട്ടർമാർക്ക്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ അംഗീകാരം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഇടത് സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെയും വിമർശനമുണ്ട്. ഇപ്പൊ വഖഫ് വിഷയത്തിൽ ഞങ്ങൾ സമരം നടത്തിയവരാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനകത്ത് ഏറ്റവും ഒടുവിൽ കാസർകോട്ടെ റിയാസ് മൗലവിയുടെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ ആ കോടതി മുറ്റത്ത് നിന്ന് പെട്ടിക്കരയേണ്ടി വന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ കുറിച്ച്, അതിൽ കേരളത്തിലെ ഇടത് സർക്കാർ വരുത്തിയിട്ടുള്ള വീഴ്ചകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇറങ്ങിയതുമില്ല, അത് നമ്മൾ കണ്ടതാണല്ലോ. പിന്നീട് സമസ്ത പറയുന്നതിലേക്ക് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തല്ലോ. സമസ്ത പറഞ്ഞതിലേക്ക് മുസ്ലിം ലീഗ് നടത്തിയ ഒരു സമരം സ്മൃതിക്ക് അറിയാഞ്ഞിട്ടല്ലോ. ഞങ്ങൾ ശക്തമായ സമരം നടത്തിയിരുന്നു. കേരളത്തിന്റെ നിയമസഭക്കകത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് മറുപടി കൊടുത്തത്, ആ നിയമവിധ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന്. അത് ഞങ്ങളുടെ സമരത്തിന്റെ രാഷ്ട്രീയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിച്ചുള്ള ഒരു സമീപനമുണ്ട്. അത്തരത്തിൽ ഇവർ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ നേരെ കൈനീട്ടിയപ്പോഴൊക്കെ അരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാധിക്കൽ തങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. നേരത്തെയും ഇവരുടെ ഭാഗത്ത് അത്ര നീക്കങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇനിയും അത് ചൂണ്ടിക്കാണിക്കും. ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധമായ ജനവിരുദ്ധമായ സമീപനങ്ങൾ തുറന്നു കാണിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. സ്മൃതി, ശരി. ശ്രീ അനൂപ്, അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇന്നിപ്പോൾ എം വി ഗോവിന്ദന്റെ അഭിമുഖം വന്നിട്ടുണ്ടല്ലോ മാതൃഭൂമിയിൽ. ഇപ്പോൾ വർഗീയമായി രണ്ട് ചേരിയാണ്. ഒരു ഇസ്ലാം രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്നവർ ഉൾപ്പെടെയുള്ള SDPയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്നൊരു മുന്നണിയായി UDF ആകെ പ്രവർത്തിച്ചു. ന്യൂനപക്ഷ വർഗീയ മുന്നണി, ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയുടെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൽ കോൺഗ്രസുമുണ്ട്. എന്താണ് മറുപടി? മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPMൻ്റെ ഒരു മുതിർന്ന നേതാവ് മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ആദ്യത്തെ തവണയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദരണീയനായ അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താ? അമീർ ഹസൻ, കുഞ്ഞാലിക്കുട്ടി അവരാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക, മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് CPMൻ്റെ പ്രവർത്തന ശൈലിയായിട്ട് എത്ര നാളായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം UDFൻ്റെ കൂടെ നിന്നിരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ UDFൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ആസൂത്രിതമായി ഇത്തരം പ്രചാരവേലകളുണ്ടായി. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും അതിൽ ഭാഗവക്കായി. സത്യത്തിൽ UDFന് അന്ന് രാഷ്ട്രീയമായ ചില നഷ്ടങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെ കൂടി ഫലമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്ന തുടർഭരണം. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇങ്ങനെ CPM നിരന്തരമായി നടത്തുന്ന മുസ്ലിം വിരുദ്ധമായ, മുസ്ലിം ലീഗിനെതിരല്ല, മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങളുടെ പരിണിതി, ഫലപ്രാപ്തി എന്ന് പറയുന്നത് CPMൻ്റെ തന്നെ അണികൾ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുണ്ടായ രണ്ട് റിസൾട്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി. CPM ഉണ്ടായ പിണറായിയിൽ, പാറപ്പുറത്ത് ഈ പാർട്ടി ഉണ്ടായ സ്ഥലത്ത്, തളിപ്പറമ്പിലടക്കം, ധർമ്മടത്തടക്കം കോൺഗ്രസിൻ്റെ K സുധാകരൻ വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല BJP അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷത്തോളം വോട്ടുകൾ നേടി.
ആലപ്പുഴയിൽ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ വലിയ ചുടുകാട്ടിൻ്റെ പാരമ്പര്യമുള്ള ആലപ്പുഴയുടെ മണ്ണിൽ എന്താ സംഭവിച്ചത്? കായംകുളത്ത്, ഹരിപ്പാട്, അമ്പലപ്പുഴ ഇവിടെയൊക്കെ CPM-ന്റെ സാമൂഹികമായ സാമുദായികമായ അടിത്തറ BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നുമല്ലല്ലോ. CPM-ന് അകത്തു നിന്ന് വരുന്ന വിമർശനങ്ങളല്ലേ. ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി പറയുന്നത് എന്താ? എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വരുന്ന വിമർശനങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് CPM ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ CPM-ന് അകത്തു നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം CPM-നാ. CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞു വന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെ വിദ്വേഷ പ്രാസംഗികനായ ഒരാൾക്ക് ഇവിടെ മാൻഹോൾ സംഭവം, നൗഷാദിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗം, അതൊക്കെ നടത്തിയതിന് ശേഷവും നവോത്ഥാന സമിതിയുടെ ചെയർമാനായി അദ്ദേഹത്തിന് വലിയ തോതിൽ അംഗീകാരം കൊടുത്തതാരാ? അപ്പോൾ നിരന്തരം CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ BJP നടത്തിയിരിക്കുന്നത്. അതല്ലേ ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? സംഘപരിവാറിൽ നിന്ന് അടിസ്ഥാനപരമായി ഒരു നയവ്യതിയാനമില്ലാത്ത സവർണ സംവരണത്തിൻ്റെ കാര്യത്തിലടക്കം സംഘപരിവാർ നയത്തെ പിന്തുടരുന്ന CPM-നെ രാഷ്ട്രീയമായി വിമർശിക്കുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത്. വളരെ കൃത്യവും വ്യക്തവുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇവിടെ കാലങ്ങളായി മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, പച്ച ബോർഡ്, പച്ച ബ്ലൗസ്, ഇതിലൂടെ ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? മുസ്ലിം ലീഗിനെയാണോ? പച്ച എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം നിറമാണോ? പച്ചയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ആസൂത്രിതമായ ഇത്തരം പ്രചരണങ്ങളുടെ ആത്യന്തികമായ ഗുണഭോക്താവായതാരാ? ഇവിടെ CPM-നെ സംബന്ധിച്ച് CPM-ആണ് അതിൻ്റെ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. CPM-ആണ് അതിൻ്റെ നയങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. CPM-ന്റെ വോട്ടുകൾ എങ്ങനെ BJP-യിലേക്ക് ഒഴുകി, CPM-ന്റെ കുടുംബങ്ങളിലേക്ക് എങ്ങനെ സംഘപരിവാർ പിടിമുറുക്കിയെന്ന് CPM ആത്മപരിശോധന നടത്തുന്നതിന് പകരം ഇനിയും മുസ്ലിം ലീഗിനെ, മുസ്ലിം രാഷ്ട്രീയത്തെ, മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ഈ CPM മുതിരുന്നതെങ്കിൽ അവശേഷിക്കുന്ന CPM അണികളെ കൂടി RSSന്റെ കൂടാരത്തിലേക്ക് CPM നയിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. CPM പരിശോധിക്കണം. ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, മുഖ്യമന്ത്രി ലീഗിനെതിരെ പറഞ്ഞ താങ്കൾ കണ്ടു. ലീഗ് മുഖപത്രത്തിലെ ലേഖനം നമ്മൾ വായിച്ചു. അതിനുശേഷം ഇന്ന് ലീഗിൽ നിന്ന് PM സലാമിൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് മുസ്ലിം പ്രീണനമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വാദങ്ങൾക്ക് പിന്നാലെ പോകുന്ന രീതിയാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്നലത്തെ പിണറായിയുടെ പ്രസംഗം, ഇന്നത്തെ MV ഗോവിന്ദൻ്റെ അഭിമുഖം? സ്മൃതി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അല്പം വ്യത്യസ്തമായ തലത്തിലാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ വർഗീയത വിൽക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ പറഞ്ഞ് നൗഷാദിന്റെ വിഷയമൊക്കെ ഉയർത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം മൈക്രോ ഫൈനാൻസ് കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു പിന്നോട്ട് പോക്ക് നടത്തി എന്നല്ലാതെ അപ്പോഴും തുഷാർ വെള്ളാപ്പള്ളി NDA കൺവീനറായി തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ആ കേസ് ഡൈല്യൂട്ടഡ് ആക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ മുതൽ കൂടുതൽ പ്രകടമായി പഴയ സ്വഭാവം പുറത്തു വരുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില സമയങ്ങളിലൊക്കെ മുസ്ലിം ലീഗിനെയും അതുപോലെ ഈ പച്ചയുടെ വിഷയവും ഒക്കെ പറഞ്ഞ് CPM-ലെ ചില അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പരാജയം ഉണ്ടാകുമ്പോഴോ ഒക്കെ അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം 98-ൽ പാർട്ടി സെക്രട്ടറി ആയി വരുന്ന ഘട്ടം മുതൽ മുസ്ലിം ലീഗിനോട് എടുത്തിട്ടുള്ളത് മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അടവ് നയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അതിനെ ഞാൻ കാണുന്നത് അദ്ദേഹം അതേസമയം ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും സമീപകാലം വരെ
അദ്ദേഹം വളരെ കാർക്കശ്യത്തോടുകൂടി ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യാറുണ്ടായിരുന്നു. വർഗീയതയ്ക്ക് അങ്ങനെ രണ്ട് മുഖമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ രണ്ടും ഒരേ ഇതിന്റെ രണ്ട് വശങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. അപ്പം ലീഗിനോടും മുസ്ലിം സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളോടും സംഘടനകളോടും ഒക്കെ പുലർത്തിയിരുന്നത് ഒരു മൃദു സമീപനമാണ്. അതിന്റെ കാരണം മലബാറിലെ രാഷ്ട്രീയം വെച്ച് ഇലക്ഷനിൽ ജയിക്കാൻ ആ ചേരുവ വളരെ നല്ലതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി ഒരു മലബാറിൽ നിന്ന് ഉള്ളവരെ മാത്രമാക്കി മാറുകയും പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഏതാണ്ട് പിണറായി വിജയൻ വിചാരിക്കുന്നിടത്തും ഈ നേതാക്കന്മാര് ബാക്കിയുള്ളവർ ആഡ് ഓൺ ചെയ്താലും അവരുടെയും രാഷ്ട്രീയം അതായതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മലബാർ രാഷ്ട്രീയമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പ്രചരണമാണ് നമ്മൾ ഇലക്ഷനിൽ കണ്ടത്. ഈ വിഷയങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പ്രസക്തമാണ്, CAA ആയിക്കോട്ടെ ബാക്കി വിഷയങ്ങൾ. പക്ഷെ ആ വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുകയും അതിന്റെ പേരിൽ വോട്ട് UDF-ൽ നിന്ന് LDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാമോ എന്നുള്ള ഒരു കാര്യവുമാണ് പരീക്ഷിച്ചത്. അത് കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ UDF-ഉം LDF-ഉം തമ്മിലാണ് ഒരു മത്സരം എന്നുള്ള രീതിയിൽ, ഒരു ഇലക്ട്രൽ ബാറ്റിൽ എന്നുള്ള രീതിയിൽ പരിശോധിച്ചാൽ അതിനൊക്കെ ശരികൾ കണ്ടേക്കാം. പക്ഷെ CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള രീതിയിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യത്തിൽ ഇവിടെ ചെയ്തത് കോൺഗ്രസിനെയും അതിന്റെ നേതൃത്വത്തെയും ദുർബലമാക്കാനുള്ള പ്രചരണ തന്ത്രം മാത്രമാണ്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളെ ഷിഫ്റ്റ് ചെയ്യിക്കാമോ എന്നുള്ളൊരു ശ്രമവുമാണ് നടത്തിയത്. ഇത് ബാക്കി ഉള്ള വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പോകുന്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ 32% ഈഴവ വോട്ട് നഷ്ടപ്പെട്ട സാഹചര്യം, ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ നന്നായി ഒന്ന് കുറ്റപ്പെടുത്തുക, അതിലൂടെ ആ പോയ വോട്ടുകൾ കുറച്ചെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നിലപാടിലൊരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കുക, അതാണോ ചെയ്തിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് എത്തുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നത്? വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ടും ഒക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിലാണ് തെറ്റ്. അദ്ദേഹത്തിന്റെ മനോഭാവം വേറൊന്നാണ്. പക്ഷെ ഇവിടെ ഒരു ബാലൻസ് ഇടതുമുന്നണി ലെഫ്റ്റും പുലർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയുന്നത് ആരാ? സമസ്തയാണോ മറുപടി പറയേണ്ടത്? കേരളം ഇതിനു മുമ്പ് നമ്പൂതിരി മുതൽ നായാടി വരെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ സമസ്തയാണോ മറുപടി പറഞ്ഞത്? അന്ന് VS അച്യുതാനന്ദൻ പുറകെ പിണറായി വിജയനുമാണ് അതിശക്തമായി നേരിട്ടത്. അങ്ങനെ ഇവിടെ കേരളത്തില് ഒരു മതേതര രാഷ്ട്രീയത്തിന് ഒരു മുഖമുണ്ടായിരുന്നു. അതിന്റെ ബാറ്റിൽ ഫ്രണ്ടിൽ ഇടതുമുന്നണിയും CPM-ഉം നിൽക്കുമായിരുന്നു. ഇത് അതിൽ നിന്നെല്ലാം വിട്ടിട്ട് ഇവര് ചില ഇലക്ട്രൽ ബാറ്റിൽ ചില ചേരുവകൾ തേടുകയായിരുന്നു. ലീഗ് ഇങ്ങോട്ട് വരും, BJP വീണ്ടും അധികാരത്തിൽ വരികയും അതിനുശേഷം ലീഗ് ഇങ്ങോട്ട് വരും എന്ന് ലീഗിൽ നിന്ന് തന്നെ കിട്ടിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടുകൂടി വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരങ്ങൾക്കെല്ലാം ഉള്ള ഒറ്റമൂലിയായി LDF കണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും മറുപടി പറയുന്നത് തങ്ങൾക്കാണ്, കുഞ്ഞാലിക്കുട്ടിക്കല്ല. അത് രണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. AR നഗർ ബാങ്കിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ജലീൽ പിൻവലിഞ്ഞത്? എന്തുകൊണ്ടാണ് മൗനം പുലർത്തിയത്? നിങ്ങൾ ഈ അൺഹോളി നെക്സസിനെ കുറിച്ച് സംസാരിക്കാൻ, ഈ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള രഹസ്യ ബാന്ധവങ്ങളെ കുറിച്ച് സംസാരിക്കാതെ നമ്മൾ ഇതൊക്കെ ഒരു കെട്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങും എത്തില്ല. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവരൊക്കെ തമ്മിലുള്ള ചില ബിസിനസ് ബന്ധങ്ങളാണ് ഈ വിഷയങ്ങളിലെല്ലാം പുറത്തു വരുന്ന പ്രസ്താവനകളിൽ നമ്മൾ കാണുന്നത്. തങ്ങളെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. കാരണം തങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ ചില വ്യത്യാസം കാണുന്നുണ്ട്. അത് ലീഗിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, എനിക്ക് വ്യക്തത വരുത്തേണ്ടത്, ഇപ്പോൾ തങ്ങൾക്കെതിരെ എന്ന മട്ടിലല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. ലീഗിനെ തന്നെ ആകെ പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ഒരു മുഖം വന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പുറത്ത് വലിയ തോതിൽ തന്നെ വർഗീയ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്ക് പോലും ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ നമ്മൾ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പ്രീണനം ലാളനം ഒക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ വെള്ളാപ്പള്ളി കുടുംബം. NDA കൺവീനർ ആയിരിക്കെ തുഷാർ വെള്ളാപ്പള്ളി ഒരു കേസിൽ ഇടപെട്ടപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ ഇടപെട്ടതെന്ന് നമുക്കറിയാമല്ലോ.
അതേക്കുറിച്ച് ഒരു ആക്ഷേപം പോലും ഇതുവരെ, അങ്ങനെയാണോ രാഷ്ട്രീയ എതിരാളികൾ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ ഇവിടെ ഇതര രാഷ്ട്രീയ കക്ഷികൾ അതിനെ കൈകാര്യം ചെയ്യുക? ഇത് എവിടെയെങ്കിലും ആവർത്തിക്കുന്നതോ പ്രസംഗിക്കുന്നതോ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സമുദായ നേതാക്കന്മാരെല്ലാം ഇതുപോലെ ഒരുപാട് പരിലാളനകളെ ഏറ്റു തന്നെയാണ് പോകുന്നത്. അത് ലീഗിന്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ വർഗീയത സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ മറുപടി പറയേണ്ടത് സമസ്തയാണെന്ന് വന്നാൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. സമസ്ത എന്താ പറഞ്ഞത്? NSSന് കൊടുത്തത് അവിഹിതമാണെന്നല്ലേ? അപ്പോൾ ഇവിടെ അടുത്ത വിഭാഗത്തെ കൂടി ഡിബേറ്റിലേക്ക് വിളിക്കുകയാണ്. ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം തന്നെ വഷളാക്കാൻ മാത്രമേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കുകയുള്ളൂ. ഇതിനൊന്നും മറുപടി പറയേണ്ടത് ഈ സംഘടനകൾ തമ്മിലല്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ട രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകാതിരിക്കുന്നതും ഇപ്പോൾ പ്രതികരിക്കുന്നതും അദ്ദേഹം അത് ഓവർഡു ചെയ്തു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അങ്ങനെ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ള നിരാശ അദ്ദേഹത്തെ വളരെ അലട്ടുന്നുണ്ട്. കാര്യം മലബാറിൽ നിങ്ങൾ 1,00,000-ൽ കുറഞ്ഞ ഏതെങ്കിലും ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കാണിക്കാമോ? ഈ അപ്പീസ് ചെയ്യാൻ ശ്രമിച്ച ഏതെങ്കിലും വിഭാഗം കൈവിടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് ബാനർ അടിച്ചു പോയിട്ട് ഏതെങ്കിലും വിഭാഗം കൂടെ നിന്നോ? അവർക്കറിയാം സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്തവർക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ദേശീയ തലത്തിൽ ഒരു വേണമെങ്കിൽ എവിടെ വോട്ട് ചെയ്യണമെന്നും ഒക്കെ അറിയാവുന്ന സാമാന്യ ബുദ്ധിയുള്ള ജനമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഒന്നും ഇതാവും വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുകയല്ല അതുകൊണ്ട്. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തി ഓരോരുത്തരുടെയും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരോട് സംവേദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയോടുകൂടി അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. അതിന് പകരം അവരേതോ രക്ഷകരെ തേടുകയാണെന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. ഇത് ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അദ്ദേഹം പറയുന്ന രീതിയിലല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് പാർട്ടി ആലോചിക്കുകയും തിരുത്തൽ വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇത് പക്ഷേ ഇന്നലെയും തുടങ്ങിയതല്ലെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ VS-ഉം പിണറായിയും തമ്മിലുള്ള തർക്കത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ 98 മുതൽ പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള പല സംഘടനകളും മതസംഘടനകളുമായിട്ടുള്ള ബന്ധമായിരുന്നു. ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്നുള്ളതായിരുന്നു VS-ന്റെ നിലപാട്. ഇതാണ് CPM-ന്റെയും പ്രഖ്യാപിത നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പ്രചരണത്തിന് ഇലക്ഷന് തൊട്ടുമുമ്പ് ഇപ്പൊ പറയുന്ന പോലല്ലോ, UDF-ൽ നിന്നാൽ നിങ്ങൾ മോശമാകും എന്നുള്ള രീതിയിലാണ് ലീഗിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങി റോഡിൽ നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഇറങ്ങി റോഡിൽ നിന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നതാണ് ലീഗിന്. ഇപ്പം സാഹചര്യം മാറി, VS അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിലില്ല എങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോരുമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ശരി, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിവുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ M ജയചന്ദ്രൻ, ലീഗിനെ ആദ്യം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, അത് നടക്കുന്നില്ല. പിന്നീട് ലീഗിനൊപ്പമുള്ള സമസ്തയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, സമസ്ത പൂർണ്ണമായും വരുന്നില്ല. അപ്പോൾ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതൊരു തരത്തിൽ ഒരു ഘട്ടം വരെ വിജയിച്ചു. പക്ഷേ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാകുകയും ചെയ്തില്ല. അപ്പോൾ പിന്നെ അവരെ കുറ്റം പറയുക എന്നതിലേക്ക് പോവുക. ഇതാണ് യഥാർത്ഥത്തിൽ CPM സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി? ഞാൻ അതിനോട് ഒട്ടും യോജിക്കില്ല സ്മൃതി. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറ്റം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വേദി തെരഞ്ഞെടുത്തു എന്ന് അംഗീകരിക്കേണ്ട ഒരു സ്മൃതിയുടെ ഈ വ്യാഖ്യാനം ശരിവെച്ചാൽ അതല്ലല്ലോ ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ശനിയാഴ്ച ചന്ദ്രികയിലൂടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചൊരിഞ്ഞ ഒട്ടനവധി ആരോപണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. അപ്പം അതിന് മറുപടി പറയാതെ പോകാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതിന് ഉചിതമായ വേദിയായിരുന്നു NG യൂണിയന്റെ സമ്മേളനം. അതാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ മറ്റ് ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ജോസഫ് സി മാത്യുവും അതിനു മുൻപ് ഷിബു മീരാനും ലീഗിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രസക്തി ഷിബു പറഞ്ഞത് ലീഗിന് വലിയൊരു പാരമ്പര്യം. ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു ഉപദേശം നൽകാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല. എങ്കിലും ചരിത്രം നമ്മളെല്ലാവരും അറിയുന്നതാണല്ലോ, അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഈ ഷിബു പറഞ്ഞതിൽ വലിയൊരു പെശകൊള്ള എന്താണെന്നറിയുമോ? ഈ ഖിലാഫത്തിൻ്റെ കാലം പറയണ്ടല്ലോ, വർഷങ്ങളൊക്കെ 20കളുടെ കാലം, അത് കഴിഞ്ഞ് മുസ്ലിം സമൂഹം അപ്പാടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു പൊതുധാരയിൽ നിന്ന്. കോൺഗ്രസിന്റെ ഒരു രീതി എടുത്താൽ അടുപ്പിക്കില്ലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം നേതാക്കന്മാരെ അടുപ്പിക്കില്ലായിരുന്നു.
ആ ഒരു ഘട്ടത്തിൽ അന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്നിരുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാർ അവരാണല്ലോ 38-ൽ പുറത്തു വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ദേശീയ മുസ്ലിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ചില SC വിഭാഗത്തിലുള്ളവർ, ഇവരൊക്കെ ആ ഘട്ടത്തിൽ തന്നെ അംബേദ്കറുമായിട്ട് ദേശീയ തലത്തിൽ യോജിക്കുന്ന പോലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് സാദിഖ് അലി തങ്ങൾ പറയുന്നുണ്ടല്ലോ ചന്ദ്രിക ഇന്റർവ്യൂവിൽ അംബേദ്കറെ വിജയിപ്പിച്ചൊരു കാര്യം. അങ്ങനെയൊന്നും അല്ല ചരിത്രം. അംബേദ്കറുമായിട്ട് ഇവിടെ തന്നെ യോജിക്കുന്നത് ഈ ഇടതുപക്ഷ സോഷ്യലിസ്റ്റുകളോട് ബന്ധപ്പെട്ടാണ് ദേശീയ തലത്തിൽ യോജിപ്പോടെ വരുന്നത് അംബേദ്കറുമായിട്ടൊക്കെ. അതൊക്കെ അങ്ങ് തമസ്കരിച്ചിട്ടാണ് സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ അഭിമുഖം നൽകിയിരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. അപ്പം അന്ന് മുതൽ തുടങ്ങിയ ഒരു ബന്ധം, ഒരു സെക്യുലർ ഫാബ്രിക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷം മുമ്പോട്ട് വന്നത്. ഖിലാഫത്തിന് ശേഷം കോൺഗ്രസിന്റെ അവഗണനയെ കൈയൊഴിയുന്നത് ഈ ഇടതുപക്ഷത്തെ ചേർന്ന് നിന്നുകൊണ്ടാണ്. അത് ഷിബു മീരൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന സജഷൻ മാത്രമേ എനിക്ക് വെക്കാനുള്ളൂ. ഇപ്പോൾ ബാക്കി ഇത് ജോസഫ് സി മാത്യു പറഞ്ഞ പല നിലപാടുകളോട് എനിക്ക് യോജിപ്പാണുള്ളത്. അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യത്തിലും CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ചില നിരീക്ഷണങ്ങളോടും ഒക്കെ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായൊരു വിയോജിപ്പുള്ളത്. ഈ മാസം 28, 29, 30 തീയതികളിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കൂടാൻ പോവുകയാണ്. അവിടെ വെച്ച് സവിസ്തരമായ പരിശോധന നടക്കും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പൊതുവിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സവിശേഷമായും പരിശോധിക്കപ്പെടും. അതുണ്ടാകും. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന മാധ്യമങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും പറയുന്നു. അങ്ങനൊരു സംഘടനാ രീതി അതിലില്ലെന്ന് സ്മൃതിക്കെങ്കിലും അറിയാമല്ലോ. ഈ പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു വിമർശനം വന്നാൽ അദ്ദേഹം മറുപടി പറയുന്നത് ഇത് CPM-ൽ ഏതായാലും ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അതിന് മറുപടി അദ്ദേഹം ഉൾപ്പെട്ട ഘടകം ആഴത്തിലും പരപ്പിലും അവർ തീരുമാനിക്കുകയും ചെയ്യും. അതല്ലാതെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ പുന്നപ്ര, അമ്പലപ്പുഴ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു ഇലക്ഷനെ, പ്രത്യേകിച്ചും ഇത് പഞ്ചായത്ത് ഇലക്ഷനോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല, 20 ലോക്സഭാ മണ്ഡലങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള ദേശീയ ഗവൺമെന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ അങ്ങനെയല്ല, ഒരു പാറ്റേൺ ഉണ്ട്. അത് ശരിയാണ്. ആ പാറ്റേൺ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിൻ്റെ അകത്ത് CPM-ന് വലിയ തിരിച്ചടി നേരിട്ടു എന്ന് സ്മൃതി സൂചിപ്പിച്ചത് ശരിയാണ്. ജോസഫ് സി മാത്യു അത് പറയുകയും ചെയ്തല്ലോ, അതും ശരിയാണ്. അതെ, ശ്രീ ജയേന്ദ്രൻ കേൾക്കാമോ? അല്ല, അതുണ്ട്, അതില്ല. ഞാൻ ചോദിക്കുന്നത് നിയമസഭയ്ക്കകത്ത് ഭരണവിരുദ്ധ വികാരമല്ല പ്രതിഫലിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും സർക്കാരിന്റെ കുഴപ്പങ്ങളല്ല കാരണമെന്ന് ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഇപ്പോൾ പരാജയം സമ്മതിക്കുന്ന എന്ത് പ്രതികരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത്? ഒരു വാചകം വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തോറ്റു എന്നതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്? അല്ല, ഞാൻ പല ചാനലുകളിലും ഒരുപക്ഷെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പല ചാനലുകളിലും ഞാൻ ആവർത്തിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ അല്ല, ഈ തോൽവിക്ക് ശേഷമല്ല, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കുള്ള വിയോജിപ്പ്. അങ്ങനെ ഈ സഫോളജിസ്റ്റുകൾ അങ്ങനൊരു കാഴ്ചപ്പാടിപ്പോൾ നിൽക്കുന്നില്ല ലോകത്തെവിടെയും. ആന്റി ഇൻകംബൻസി എന്ന ഫാക്ടർ അതിവിടെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രോ ഇൻകംബൻസി, ആന്റി ഇൻകംബൻസി, ആ ഇറാഖ് ആ ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ലോക തെരഞ്ഞെടുപ്പുകളുടെ കാലത്തിൽ ഒട്ടാകെയും ആ വ്യത്യസ്തമായ വിശകലനങ്ങൾ ഒരുപാടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ, പെർഫോം ഓർ പെരിഷ്. ഇതാണ് എല്ലാ ഇലക്ഷനുകളിലും പൊതുവായി വോട്ടർമാർ കാണുന്ന മനോഭാവം. കാര്യം വോട്ടർമാർ വലിയ തോതിൽ മെച്യൂർഡ് ആയിരിക്കുന്നു. അവർക്ക് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് വീണ്ടും അവസരം കൊടുക്കും, പ്രവർത്തിക്കാത്ത ഗവൺമെന്റ് അവസരം നൽകില്ല. അതാണ് കാഴ്ചപ്പാടായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ലോകത്തെമ്പാടുമുള്ള സഫോളജിയിലെ നവീന കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ കാണുന്നുണ്ടോ ഇല്ലോ ഉള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഞാനങ്ങനെ കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതല്ല, പക്ഷെ ഭരണപരമായ പോരായ്മകൾ, വീഴ്ചകൾ ഒട്ടനവധി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് നിശ്ചയമായും തിരുത്തപ്പെടേണ്ടതുമാണ്. ഷിബു മീരാൻ നേരത്തെ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇപ്പോൾ വിമർശനം മുഴുവൻ തങ്ങൾക്കെതിരെയാണ്. കുഞ്ഞാലിക്കുട്ടിയോട് ഒരു വിമർശനവുമില്ല.
ലീഗിൽ നിന്നും ചില നേതാക്കളെങ്കിലും CPM-നോട് അനുകൂല സമീപനമാണ്, അല്ലെങ്കിൽ CPM-ലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്നുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ വന്നിരുന്നതാണ്. അങ്ങനെ ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ്. പല വിഷയങ്ങളിലും പ്രതിപക്ഷം അതിശക്തമായി പ്രതികരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മൗനവും നമ്മൾ കണ്ടതാണ്. ഞാൻ അതിന് ആദ്യമേ മറുപടി പറയാം. എന്നാലും എനിക്ക് നേരത്തെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞതിനുകൂടി മറുപടി പറയാൻ സമയം അനുവദിക്കുന്നു സ്മൃതി. ഇവിടെ ഇപ്പൊ ജോസഫ് സി മാത്യു അദ്ദേഹം പറഞ്ഞതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ സാദിഖ് അലി തങ്ങൾക്കാണ് മറുപടി പറയുന്നത്. സാദിഖ് അലി തങ്ങളുടെ പേരെടുത്തും മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേരാണ് സാദിഖ് അലി തങ്ങൾ ഉപയോഗിച്ചത്. ഇനിയിപ്പോ കേരള നിയമസഭയ്ക്കകത്താണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൊന്നാനിയിലും മലപ്പുറത്തും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിലില്ലാത്ത വെല്ലുവിളിയാണ്, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി തന്നെ നിയമസഭക്കകത്ത് നടന്നിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആർക്കാണ് മറുപടി പറഞ്ഞിടതെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സാദിഖ് അലി തങ്ങൾ വേറെ, PK കുഞ്ഞാലിക്കുട്ടി വേറെ, PMA സലാം വേറെ, അങ്ങനെ ഒരു ലീഗില്ല. ഈ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അത് PK കുഞ്ഞാലിക്കുട്ടി കൂടുതലുള്ള മറുപടിയാണ്. പിന്നെ ഈ ഒത്തുതീർപ്പുണ്ട് എന്നുള്ള വാക്ക് നമ്മൾ എന്ന് മുതൽ കേൾക്കുന്നതാണ് സ്മൃതി. അതിനകത്തൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? നമുക്ക് വെറുതെ ഒരു ആക്ഷേപം എന്നതിലേക്ക് വെറുതെ പറയാമെന്നല്ലാതെ ഞങ്ങൾ CPM-നോട് എപ്പോഴെങ്കിലും ഒരു വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ? പാർട്ടി എന്ന നിലക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും ഒടുവിൽ കേരള നിയമസഭക്കകത്ത് അടക്കം നടത്തിയ പ്രസംഗം നമ്മുടെ മുൻപിലുണ്ട്. ഇനി ജയേന്ദ്രൻ മാഷ് സൂചിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നു അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക്, സ്വാതന്ത്ര്യത്തിന് മുൻപ് അംബേദ്കറെ ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ അന്നത്തെ മുസ്ലിം ലീഗ് വഹിച്ച ഒരു പങ്കുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്, ഞങ്ങൾ ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടുണ്ട്. 67 മന്ത്രിസഭ ഉണ്ടായിട്ടില്ലേ? അതിനുശേഷം എത്രയോ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ് സപ്തകക്ഷി ഗവൺമെന്റ്. പിന്നീട് 86 നമുക്കിടയിൽ ശരീഅത്തിന്റെ ഒരു സംവാദം അത് അതിനിശ്ചിതമായി നടക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതാണ് പ്രശ്നം എന്ന ആക്ഷേപം CPM ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ 2004 വരുമ്പോ ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് BJPയെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന CPM-നെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ അന്നൊന്നും ഒരു മാറ്റമില്ല. ഇടതുപക്ഷത്തോട് ഞങ്ങൾ നേരത്തെ സഹകരിച്ചവരാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ വിയോജിച്ച് UDF-ന്റെ ഭാഗമായപ്പോൾ ആത്മാർത്ഥതയോടെ UDF-ന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയെ, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ അങ്ങേക്ക് പരിഹസിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല എന്നാണ് ജയചന്ദ്രൻ മാഷ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അല്ലാതെ ഇടതുപക്ഷവുമായി നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്ന സഹകരണത്തെ ഒന്നും ഞങ്ങൾ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ വിഷയത്തിന്റെ ഒരു സങ്കീർണത സ്മൃതി, ഈ ചർച്ചയിൽ വന്ന ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഭാഗമായ ആമുഖത്തിൽ എനിക്ക് പറയാൻ സമയം ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന കൂടി കടന്നു വരുന്നുണ്ട് സ്മൃതി. അതുമായി ബന്ധപ്പെട്ട് ജോസഫ് സി മാത്യുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒരു സംശയമുണ്ട്. CPM ഒരു പൊളിറ്റിക്കൽ ലൈൻ, അവരുടെ ലൈൻ മാറ്റുകയാണോ എന്നൊരു സംശയം സ്മൃതി സ്വാഭാവികമായി മുന്നോട്ട് വെച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു ഭാഗത്ത് ഈ രാജ്യസഭാ MP-മാരുടെ പേരിനെ മുൻനിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അപകടകരമായ ചില വർത്തമാനങ്ങൾ പറയുന്നത്. നേരത്തെ നരസിംഹവും ഭാസ്കറും എന്നു പേരുള്ള 2 മാനുവൽ സ്കാവഞ്ചേഴ്സ് കോഴിക്കോട് മരിച്ചപ്പോൾ നൌഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി അവർ രക്ഷിച്ചു. അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തപ്പോൾ കടുത്ത, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ അത് തിരുത്താതെ തന്നെയാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ രൂപത്തിൽ ഭരണകൂടത്തെ ഒരു സെന്റിമെന്റൽ ബ്ലാക്ക്മെയിലിലൂടെ എന്തൊക്കെയോ തട്ടിയെടുക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് നിറവേറ്റണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഈഴവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഇടയിൽ മാനസികമായ ഒരു അകൽച്ച ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്ക് അവസരമാകാതെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന് കൃത്യമായ ഡാറ്റ പുറത്തുവിടണം. ഇവിടുത്തെ സിവിൽ സർവീസ് രംഗത്ത്, സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത്, പോലീസ് രംഗത്ത്, ജുഡീഷ്യൽ രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ മറ്റ് സഹോദര സമുദായങ്ങളുടെ യഥാർത്ഥ പ്രാതിനിധ്യം എത്രയാണ്, ആരെങ്കിലും ഇവിടെ അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ കയ്യിൽ വെക്കുന്നുണ്ടോ എന്ന ഡാറ്റയാണ്, എന്ന സത്യമാണ് അതിന് മറുപടിയായി വരേണ്ടത്. ആ സത്യം പറയേണ്ട ഒരു മോറൽ ഉത്തരവാദിത്വമുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. നേരത്തെ നമുക്കൊരു അനുഭവം ഉണ്ട് സ്മൃതി. ഈ ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡിന്റെ വരുമാനം വലിയ അളവിൽ പള്ളികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് സംഘപരിവാർ ഇവിടെ പതിറ്റാണ്ടുകൾ ബോധപൂർവം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സത്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് കേരള നിയമസഭക്കകത്ത് കൃത്യമായ ഡാറ്റ വരുമ്പോഴാണ്. ഇതിന്റെ ശരിയായ ഡാറ്റ പറഞ്ഞുകൊണ്ട് ആര് തന്നെ ആയിരുന്നാലും ഇവിടുത്തെ സമുദായങ്ങൾക്കിടയിൽ ഒരു സംശയവും അകൽച്ചയും
ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ഇതിന്റെ സത്യം തുറന്നു പറയണം. കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഇതിൽ മൗനം പാലിച്ചാൽ അതിന്റെ ഗുണം CPM-നല്ല യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോകുന്നത്, മറിച്ച് സംഘപരിവാറിനായിരിക്കും എന്ന ബോധ്യം കൂടി ഉണ്ടാകണം എന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് സ്മൃതി എന്നോട് ഉന്നയിച്ചില്ലെങ്കിൽ കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്മൃതി, വി ആർ അനൂപ്, ഇപ്പോൾ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ്. നമ്മൾ വളരെ സങ്കീർണമായ ചർച്ചകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാലങ്ങളായി കോൺഗ്രസിനെ UDF-ന് പിന്തുണയ്ക്കുന്ന രണ്ട് സമുദായങ്ങൾ, കേരളത്തിലെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമുദായവും. അപ്പോൾ CPM അതിൽ മുന്നോട്ട് വെച്ച അപകടകരമായ രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് UDF-ൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന് പറഞ്ഞ് പരത്തിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലം മുതൽ LDF-ആണ്. അതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലടക്കം കാസ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വേരുറപ്പിക്കാൻ കാരണം. അടിസ്ഥാനപരമായി CPM ഇടതുപക്ഷം നടത്തിയ പ്രചാര വേലകളാണ്. അതിൻ്റെ ഫലമായി ചില താൽക്കാലിക നേട്ടങ്ങൾ CPM-ന് ലഭിച്ചു, തുടർഭരണത്തിലേക്ക് വരെ അതിനെ നയിച്ചു. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു ഭാഗത്ത് കേരളത്തിൽ വളരെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന എല്ലാ മത സാമുദായിക വിഭാഗങ്ങളെയും വളരെ കൃത്യമായി ഉൾക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ചുരുക്കമാണെങ്കിൽ കൂടി ഒരു വിഭാഗം ആളുകളെ ഇത്തരം അജണ്ടകളിലേക്ക് ആകർഷിക്കാൻ CPM-ന്റെ ഇത്തരം പ്രചാരവേലകൾ കൊണ്ട് സാധിച്ചു. മറുവശത്ത് CPM-ന്റെ തന്നെ അനുഭാവികളിൽ വലിയൊരു വിഭാഗം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജയചന്ദ്ര മാസ്റ്റർ അടക്കമുള്ളവരോട് പറഞ്ഞത്, ആലപ്പുഴയിലൊക്കെ CPM പിന്നോട്ട് പോകുന്നത് ആദ്യമായല്ല. പക്ഷേ കായംകുളത്തും ഹരിപ്പാടൊക്കെ 3-ാം സ്ഥാനത്ത് വരെയാണ്. അത് അദ്ദേഹത്തിന് അങ്ങനെ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ എന്നൊന്നും പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. ഞാനല്ലല്ലോ അത് പറയുന്നത്. ആരിഫ് ഉൾപ്പെടെയുള്ള അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടുത്തെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പറയുക. ഈ വെള്ളാപ്പള്ളി നടേശന് ഇത്ര വലിയ ആധികാരികത കൊടുത്തത് ആരാ? അദ്ദേഹം SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാത്രമല്ലല്ലോ, നവോത്ഥാന സമിതിയുടെ നായക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നത് നേരത്തെ പറഞ്ഞ നൗഷാദിനെതിരെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയതിനു ശേഷമാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആണെന്ന് വെക്കാം. പിന്നെ വേറൊരു വിദ്വാനുണ്ട്, സുഗതൻ. ബാബറി മസ്ജിദ് തകർത്ത് ഇഷ്ടിക വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന സുഗതനെ നവോത്ഥാന സമിതിയുടെ ഭാഗമാക്കിയത് പിണറായി വിജയനാ. ഈ പറയുന്ന വർഗീയതയ്ക്ക് 24 മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ആൾക്ക് ആധികാരികത കൊടുത്തത്, അവർക്ക് സാമൂഹികമായ മാന്യത കൊടുത്തത് ഈ കഴിഞ്ഞ വർഷങ്ങളിലുടനീളം CPM-ആ. അപ്പോൾ CPM-ന്റെ അനുഭാവികൾ, CPM-ന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ, സാമുദായിക വിഭാഗങ്ങൾ, അവർ സംഘപരിവാറിലേക്ക് ആകർഷിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. ഇപ്പോൾ പോലും ഷിബു വീരൻ ചോദിച്ചു, വളരെ കൃത്യമല്ലേ? വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്, നിങ്ങൾ വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു മന്ത്രി അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നുണ്ടോ? ഞങ്ങൾ എവിടെയാണ് മുസ്ലിം പ്രീണനം നടത്തിയത്? വെള്ളാപ്പള്ളി പറയണമെന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ? അതിന് പകരം വീണ്ടും മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയാണ്. അത് ആരെ പ്രീതിപ്പെടുത്താനാ? വെള്ളാപ്പള്ളി നടേശനെ പ്രീതിപ്പെടുത്താൻ. പക്ഷെ CPM മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഭാഗമായി BJP-യിലേക്ക് സംഘപരിവാറിലേക്ക് പോയ CPM-ന്റെ ഒരു വോട്ടും മടങ്ങി വരില്ല. മറിച്ച് CPM-ൽ നിന്ന് ഇനിയും വോട്ടുകൾ ആ ഭാഗത്തേക്ക് ഒഴുകും. ഈ വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ, തുറന്നു വിട്ടാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയില്ല. മറിച്ച് ഇവിടെ അവശേഷിക്കുന്ന വെള്ളം കൂടി BJP-യിലേക്ക്, RSS-ലേക്ക് ഒഴുകും. മുണ്ട് ഇവിടെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നടന്ന സംവാദം ഓർമ്മയില്ലേ? ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM ആകും. കേരളത്തിലെ CPM-ന്റെ ഇവിടുത്തെ മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കാൻ ശേഷിയുള്ള വർഗീയ രാഷ്ട്രീയത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ, ഇവിടെ നടക്കുന്ന വർഗീയ വിദ്വേഷ പ്രചരണത്തിൻ്റെ വിഷലിപ്തമായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ LDF പിണറായി വിജയൻ തയ്യാറാകണം. തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയാൻ തയ്യാറാകണം. അതിന് പകരം ഇപ്പോൾ വെള്ളാപ്പള്ളി തുടർച്ചയായി ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും അതിന്മേൽ ഒരു വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കാത്തത്. അല്ല, അനൂപ് പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ആ വാദത്തിന്?
കാരണം 2 ദിവസം മുമ്പാണല്ലോ 16-ാം തീയതി തുടങ്ങിയ 5 ദിവസത്തെ CPM നേതൃയോഗങ്ങൾ സമാപിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? വെള്ളാപ്പള്ളിയെ പേരെടുത്തല്ലേ വിമർശിച്ചത്? വെള്ളാപ്പള്ളിക്ക് BJPയുടെ മനസ്സാണ് എന്ന് തുറന്ന് പറഞ്ഞത് ആ മാധ്യമ സമ്മേളനത്തിൽ തന്നെയല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണെങ്കിലും താങ്കളുടെ അറിവിലേക്കായി വീണ്ടും പറയുകയാണ് അനൂപേ. ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, ഇതുവരെയുള്ള ഒരു ഇടത് ഗവൺമെന്റുകളുടെ മുമ്പാകെയും ഒരു സമുദായ നേതാവും ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് പൊളിറ്റിക്സ് ഇറക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. അത് ഗൗരവമായിട്ട് തന്നെയാണ് CPM കാണേണ്ടത്. അങ്ങനെ അവർ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു കാര്യം. അടുത്ത കാര്യം നമ്മുടെ ഷിബു മീരാനോട്. ഷിബു, എനിക്കൊരു ഒരു സജഷൻ മാത്രമേ ഉള്ളേ. ഈ നമ്മുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം പുറത്തിറങ്ങി, ഇംഗ്ലീഷിലാണ്. നമ്മുടെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചേക്കുട്ടിയാണ് അത് രചിച്ചിരിക്കുന്നത്. മാപ്പിള ആൻഡ് കോമ്രേഡ്സ്, എ സെഞ്ചുറി ഓഫ് കമ്മ്യൂണിസ്റ്റ് മുസ്ലിം റിലേഷൻസ് ഇൻ കേരള എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അത് താങ്കളൊന്ന് റെഫർ ചെയ്തെന്ന് വളരെ നന്നായിരിക്കും. ഇപ്പം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ശ്രീ ചേക്കുട്ടി അവതരിപ്പിക്കുന്നുണ്ട്. അത് താങ്കളുടെ മറ്റ് ചില ധാരണകൾക്ക് മാറ്റം വരുത്തുമോ ഇല്ലയോ എന്നുള്ള രീതി സബ്റ്റീവു അയാളൊന്ന് വായിക്കുന്ന നന്നായിരിക്കണം സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഈ അപകടകരമാണ് ഈ പോക്കെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് നമ്മളെല്ലാവരും യോജിക്കുന്നവരുമാണല്ലോ. അതെന്ത് വേണം എന്നുള്ളത് അവരുടെ നിലപാട് അവർ തീരുമാനിക്കട്ടെ. CPIM ആ പാർട്ടിയുടെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റി യോഗം ഈ 28, 29, 30 തീയതികൾ ചേരുന്നു. അതിനുശേഷം അതിന് ഡീറ്റെയിൽസ് വരികയും നമ്മൾ വീണ്ടും ചർച്ചകൾ ചെയ്യുകയും ചെയ്യുമല്ലോ. ശരി, താങ്കൾക്ക് മറുപടി നൽകാം ഷിബു മീരാൻ. തീർച്ചയായും മാഷെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് ഇടതുപക്ഷവുമായി സഹകരിച്ച ഒരു ഭൂതകാലത്ത് ഞങ്ങൾ EMSന്റെ പാർട്ടിയുമായി കൂടുന്നവരാണ്. സാമ്രാജ്യത്വത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ ഈ നാട്ടിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ കൂടെ മുഴുവൻ ഞങ്ങൾ നിന്നിട്ടുണ്ട്. പക്ഷെ ആ ഭൂതകാലം ഓർത്തിട്ട് പ്രഭാത ഭക്ഷണത്തിന് നവകേരള സദസ്സിലെ പൗരപ്രമുഖന്മാരെ വിളിച്ച് കൂടെ ഇരുത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങളോട് പറയാവോ? ഞങ്ങൾ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് കാണുന്നില്ലെന്ന്. അവിടെ പിന്നെന്താണ്, ബൽക്കിസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ആഘോഷത്തിന്റെ പേരിൽ നരേന്ദ്രമോദി തുറന്നു വിടുമ്പോ ഈ കേരളത്തിൽ ആസാദി കാ അമൃത് മഹോത്സവിന്റെ പേരിൽ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തുറന്നു വിടാൻ ജയിൽ സൂപ്രണ്ടിനെ ഒത്താശ ചെയ്യുന്ന പിണറായി വിജയനല്ല, ഞങ്ങൾ TP ആണ് ഇടതുപക്ഷമായി കാണുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്ത് തന്നെയാണ്. ഈ ഇടതുപക്ഷം എന്ന പേരിൽ പിണറായി വിജയൻ കെട്ടിക്കാടുന്ന ഈ CPMന്റെ ലെഫ്റ്റ് ഒളിഗാർക്കിയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ലെഫ്റ്റിന്റെ പൊളിറ്റിക്സിനെ ഒന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി. ഞങ്ങൾ ഇപ്പോഴും ലെഫ്റ്റ് ആണ്. വി ആർ സ്റ്റിൽ ലെഫ്റ്റ്. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.